ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് അമൽ. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ +2ലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയുമുണ്ട്. എൻ്റെ അമ്മയുടെയും അയൽക്കാരൻ ചേട്ടൻ്റെയും കഥയാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബം വളരെ സന്തോഷത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരനും കൂടെ ഒരു ഫിനാൻസ് കമ്പനി ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ ബിസിനസ് വളരെ പെട്ടെന്നാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഞങ്ങൾ നല്ല നിലയിലായി. എൻ്റെ +2 പഠനം പകുതിയായ സമയത്താണ് അത് സംഭവിക്കുന്നത്. അച്ഛൻ്റെ കൂട്ടുകാരൻ ബിസിനസ്സിൽ എന്തോ ചതി കാണിച്ചു. നാട്ടുകാരുടെ എല്ലാം പണവുമായി ആള് മുങ്ങി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതമെല്ലാം തകർന്നു. അച്ഛൻ്റെ കൂട്ടുകാരനെ പറ്റി ഒരു വിവരവുമില്ല. പണം നിക്ഷേപിച്ചവരെല്ലാം പൈസയും ചോദിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. വീടും സ്ഥലവും കാറുകളും എല്ലാം വിറ്റ് പകുതി കടം വീട്ടി. ബാക്കി പണത്തിന് എല്ലാവരുമായി സംസാരിച്ച് ഒരു വർഷത്തെ അവധി വാങ്ങി. ഞാനും അച്ഛനും അമ്മയും അവിടെ അടുത്ത് തന്നെ ചെറിയ വാടകയ്ക്ക് ഒരു ചെറിയ വീടെടുത്ത് അവിടേക്ക് താമസമാക്കി. കടം വീട്ടാനായി ജോലിക്കായി അച്ഛൻ ഗൾഫിലേക്ക് പോയി. ഇപ്പോൾ ഞാനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. അച്ഛൻ ഗൾഫിൽ നിന്ന് അയച്ചു തരുന്ന പൈസ കടം വീട്ടാൻ മാത്രമേ തികഞ്ഞോളൂ. എൻ്റെ പഠിത്തം, വീടിൻ്റെ വാടക, ആ ചിലവുകൾ എല്ലാം നടത്താൻ അമ്മയും വീടുകളിൽ ജോലിക്ക് പോവാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ +2 അവസാന പരീക്ഷയെല്ലാം കഴിഞ്ഞിരുന്നു. ഇനി പഠിക്കാനൊന്നും പോകുന്നില്ല, ഞാനും എന്തെങ്കിലും ജോലിക്ക് പോവാം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അത് വേണ്ട മോനെ, ഇപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അത് ശരി തന്നെ എന്ന് വെച്ച് നീയും ജോലിക്ക് വന്നാൽ അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കുറച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് മോൻ നല്ലപോലെ പഠിച്ച് വലിയ ശമ്പളം കിട്ടുന്ന ജോലി വാങ്ങണം. എന്നാലേ നമ്മുടെ കഷ്ടപ്പാടുകൾ തീരൂ. അമ്മ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ബാംഗ്ലൂരുള്ള കോളേജിൽ അഡ്മിഷൻ എടുത്തു. അപ്പോഴാണ് ഞങ്ങളുടെ അയൽവാസിയായ കോടീശ്വരനായ ഹമീദിക്ക ഞങ്ങളുടെ അവസ്ഥ കണ്ട് ആളുടെ സ്ഥാപനത്തിൽ അമ്മയ്ക്ക് ജോലി തരാമെന്ന് പറഞ്ഞത്. ഹമീദിക്കയ്ക്ക് വലിയ ബിസിനസ്സാണ്. ഇമ്പോർട്ടിംഗ്, എക്സ്പോർട്ടിംഗ്, വലിയ ഫാക്ടറികൾ, കുറേ കമ്പനികൾ, അങ്ങനെ എല്ലാം ഉണ്ട്. മാർക്ക് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ബാംഗ്ലൂരിലാണ് അഡ്മിഷൻ കിട്ടിയത്. കോളേജ് തുറക്കുന്ന സമയമായപ്പോൾ ഞാൻ ബാംഗ്ലൂർക്ക് പോയി. അച്ഛൻ അപ്പോഴും ഗൾഫിൽ തന്നെയാണ്. ഇനിയും ഒരു കൊല്ലം കൂടി നിന്നാലേ കടങ്ങളൊക്കെ തീരൂ. അതിനിടയ്ക്ക് ഒരു ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് അമ്മയ്ക്ക് ഇക്കയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പ്രമോഷൻ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ഞായറാഴ്ച ദിവസം ഞാൻ ഹോസ്റ്റൽ റൂമിലാണ്. അപ്പോൾ അച്ഛൻ്റെ കോള് വന്നു. എടാ, നീ വീട്ടിലേക്കെങ്ങാനും പോയായിരുന്നോ? അമ്മ വിളിച്ചോ? ഞാൻ ഇവിടേക്ക് വന്ന സമയങ്ങളിൽ അമ്മ എന്നെ എന്നും വിളിക്കുമായിരുന്നു. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വിളിച്ചാലും കിട്ടാറില്ല. മോനെ, അച്ഛൻ എന്നും വിളിക്കാറുണ്ട്. കുറച്ച് ദിവസമായിട്ട് അമ്മ അങ്ങനെ കോളുകളൊന്നും എടുക്കാറില്ല. എടുത്താൽ തന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പെട്ടെന്ന് കോള് വെക്കും. നിന്റെ അമ്മയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ ഒരു മാറ്റം പോലെ. അച്ഛൻ പറഞ്ഞതിലും എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്കും അങ്ങനെയൊരു മാറ്റം അമ്മയിൽ തോന്നിയായിരുന്നു. മോനെ, നീ 2 ദിവസം കോളേജിൽ പോവണ്ട. ഇന്ന് തന്നെ നാട്ടിലേക്ക് പുറപ്പെട്ടോ. പിന്നെ നീ ഇന്ന് ചെല്ലുന്നുണ്ടെന്ന കാര്യം അമ്മയോട് വിളിച്ച് പറയണ്ട. പറയാതെ ചെന്നാൽ മതി. ശരി അച്ഛാ, ഞാൻ അങ്ങനെ ചെയ്യാം. ഞാൻ കോള് വെച്ചിട്ട് പോവാൻ റെഡിയായി. ഇപ്പോൾ പുറപ്പെട്ടാലും വീട്ടിൽ ചെല്ലുമ്പോൾ സമയം 10 മണി കഴിയും. അരമണിക്കൂർ കൊണ്ട് ഞാൻ റെഡിയായി. എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ബസ് സ്റ്റോപ്പിലെത്തി. 5 മിനിറ്റ് നിന്നപ്പോഴത്തേക്കും ബസ് വന്നു. ബസ്സിൽ കയറി ഇരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ മുഴുവൻ അമ്മയ്ക്ക് എന്ത് മാറ്റമാണ് വന്നതെന്ന ചിന്തയായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയപ്പോൾ സമയം 10 മണിയായി. ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട് വീട്ടിലേക്ക്. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. റോഡിൻ്റെ സൈഡിൽ ചെറിയൊരു വഴിയുണ്ട്. അതിലെ പോയാൽ പെട്ടെന്ന് വീട്ടിലെത്തും. വീടിൻ്റെ പുറകുവശത്താണ് ആ വഴി ചെല്ലുക. ഞാൻ വീടിൻ്റെ പുറകുവശത്ത് ചെന്നു. സമയം 10:30ആയി. അമ്മയുടെ മുറിയിൽ മാത്രം ചെറിയൊരു ലൈറ്റുണ്ട്. ഞാൻ അമ്മയുടെ റൂമിൻ്റെ ജനലിൻ്റെ സൈഡിലെത്തിയപ്പോൾ അകത്തുനിന്ന് സംസാരം കേട്ടു. ഈ റൂമിൽ എന്തൊരു ചൂടാണ്. ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും വേർത്ത് കുളിക്കുകയാണ്. എൻ്റെ റൂമിൽ ഒരു AC വെച്ചതാ. അപ്പോൾ വേർക്കാതെ എത്ര വേണമെങ്കിലും ചെയ്യാലോ ഇക്ക. എല്ലാം കേട്ട് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ ഞാനവിടെ നിന്നു. പിന്നെ അമ്മയെ വിളിക്കാനോ ആ വീട്ടിലേക്ക് കയറാനോ നിന്നില്ല. ആ മഴയത്ത് അവിടെ നിന്നും ഇറങ്ങി നടന്നു.